ഹായ് ഫ്രണ്ട്സ്, സെബിയുടെ പുതിയ സർക്കുലർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്ന ബ്രോക്കേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ സർക്കുലറിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നാം ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിഗിനർ ലെവലിൽ തുടക്കക്കാരായ ഇൻവെസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഈ വിഷയം മനസ്സിലായവർക്ക് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ വശങ്ങളും അപ്ഡേറ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ സെബിയുടെ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നാം നിലവിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള ചാർജുകളാണ് നൽകുന്നതെന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതറിയാതെ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഈ ചാർജുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ അത് വാങ്ങലാവട്ടെ, വിൽക്കലാവട്ടെ, ഡെലിവറി ആവട്ടെ, ഓപ്ഷൻ ആവട്ടെ, എന്തോ ആവട്ടെ, നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചില ചാർജസ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ നിർബന്ധിതമാണ്. ഇത്തരത്തിലുള്ള മാൻഡേറ്ററി ചാർജുകൾ ഡിസ്കൗണ്ട് ബ്രോക്കർ ആവട്ടെ, ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആവട്ടെ, എല്ലാവരും നിർബന്ധമായിട്ടും ഈടാക്കുന്ന ചാർജസ് ആണ്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് ബ്രോക്കറിങ്ങൾ സെലക്ട് ചെയ്താലും ഈ ചാർജ് അവരെന്ത് ഫ്രീ ആണ്, ബ്രോക്കറേജ് ഫ്രീ ആണ്, അല്ലെങ്കിൽ സീറോ ബ്രോക്കറേജ് ആണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ചാർജസ് മാൻഡേറ്ററി ആണ്, ഇത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, ഇത് കൃത്യമായിട്ട് നമ്മൾ അടക്കേണ്ട ചാർജസ് ആണ്. ഇനി രണ്ടാമത്തെ ചാർജസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് ചാർജസ് ആണ്. അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കാരണം അവിടെ ഓരോ ബ്രോക്കറും പല വിധത്തിലുള്ള ഡിസ്കൗണ്ടുകളും പല വിധത്തിലുള്ള ഓഫറുകളും നൽകിയിട്ട് മാർക്കറ്റിൽ അവരുടെ മത്സരവുമായി ബന്ധപ്പെട്ടിട്ട് പല ഓഫറുകളുമായിട്ട് രംഗത്ത് വരാറുണ്ട്. അപ്പോൾ അവിടെ ഈ ചാർജസ് വ്യത്യാസപ്പെടാം. എന്നാൽ ഈ മാൻഡേറ്ററി ചാർജസ് വ്യത്യാസപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ മാൻഡേറ്ററി ചാർജ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ 5 പ്രധാനപ്പെട്ട ചാർജുകളാണ് വരുന്നത്. ഒന്ന് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജസ് ആണ്. ഇത് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിന് ടാക്സ് ആണ്. ശരിക്കും ഗവൺമെൻറ്റിന് നമ്മളൊരു ട്രാൻസാക്ഷൻ ടാക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജസ് വരുന്നത്, നിങ്ങളൊരു ഈക്വിറ്റി ഡെലിവറിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 0.1% ബൈ സൈഡിലും സെൽ സൈഡിലും കൊടുക്കണം. അപ്പോൾ ഇത് 0.1% എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ചെറിയ ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ അത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. നമ്മളത് കാണാൻ തന്നെ പറ്റില്ല, അത്രയ്ക്കും ചെറിയ ചാർജ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ വലിയൊരു വോളിയം ട്രേഡൊക്കെ ചെയ്യുകയാണെങ്കിലാണ് ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയുക. ഇനി അതേ ചാർജ് ഈക്വിറ്റി ഇൻട്രാഡേ ആണെങ്കിൽ 0.025% ആണ്. അത് സെൽ സൈഡിൽ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അതേപോലെ നിങ്ങൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 0.01% ആണ്. അത് സെൽ സൈഡിൽ മാത്രമാണ് വാങ്ങിക്കുന്നത്. ഇനി ഓപ്ഷൻസിലാണെങ്കിൽ 0.05 ആണ്. അത് പ്രീമിയത്തിൻ്റെ സെൽ സൈഡിലാണ് വാങ്ങിക്കുന്നത്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് അഥവാ STT എന്ന് പറയുന്ന ചാർജിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇനി മറ്റൊരു ചാർജ് ഉള്ളത് സെബി ചാർജസ് ആണ്. ഇപ്പോൾ സെബി നമുക്കറിയാം, അത് റെഗുലേറ്ററി ഏജൻസിയാണ്. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു ചാർജാണ്. അപ്പോൾ സെബി കാലാകാലങ്ങളിൽ പല വിധത്തിൽ നിയന്ത്രണങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്നിട്ടാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാർജ് വന്നിട്ടുള്ളത്. സെബി ചാർജസിൻ്റെ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ 1 കോടിക്ക് 10 രൂപ എന്നുള്ള രീതിയിലാണ് അവർ ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ബ്രോക്കേഴ്സ് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കും. ഇതാണ് സെബി ചാർജസ്. മറ്റൊരു ചാർജസ് ഉള്ളത് GST ആണ്. ഇത് നമ്മൾ ഏതൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് അനുഭവിക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ചാർജസ് ആണ്. ഇത് സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ നമ്മൾ സാധനം വാങ്ങിക്ക് കൊടുക്കുന്ന GST തന്നെയാണ്. ഇത് ഗവൺമെൻറ് വാങ്ങിക്കുന്നത് 18%. അപ്പോൾ അത് ബ്രോക്കറേജിന് GST ഉണ്ട്, സെബിയുടെ ചാർജസിന് GST ഉണ്ട്, ട്രാൻസാക്ഷൻ ചാർജസിനും GST ഉണ്ട്. അപ്പോൾ ഈ GST ഒക്കെ മൊത്തത്തിൽ കൂട്ടിയിട്ടുള്ള ചാർജസാണ് ഈ GST ചാർജ്. അത് ബൈ സൈഡിലും സെൽ സൈഡിലും ഉണ്ടാവും. അടുത്തത് സ്റ്റാമ്പ് ചാർജസ് ആണ്. ഈ സ്റ്റാമ്പ് ചാർജസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാമ്പ് ആക്ട് പ്രകാരം, അത് 1899 ഒരു സ്റ്റാമ്പ് ആക്ട് ഉണ്ട്. ഈ ആക്ട് പ്രകാരമുള്ള ചാർജസ് ആണ്. ഇത് നമ്മുടെ എക്സ്ചേഞ്ചുകളും ഡെപ്പോസിറ്ററീസിൻ്റെ കയ്യിൽ നിന്നുമാണ് ഈടാക്കുക. ഈ ചാർജസ് 1 കോടിക്ക് 0.015 എന്ന നിരക്കിലാണ് ഈടാക്കുക. അതല്ലെങ്കിൽ 1500 രൂപ. ഏതാണോ ചെറുത് അതാണ് ഈടാക്കുക. അത് ബൈ സൈഡിലാണ് ഈടാക്കുന്നത്. അതേപോലെ അത് ഇൻട്രാഡേയിലും 300 ആണ്. അതേപോലെ ഫ്യൂച്ചേഴ്സിൽ 200 ആണ്. അതുപോലെ ഓപ്ഷൻസിൽ 300 ആണ്. അപ്പോൾ ഇതൊക്കെ ബൈ സൈഡിലാണ് ഈടാക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചാർജസാണ് ട്രാൻസാക്ഷൻ ചാർജസ്. ഇത് എക്സ്ചേഞ്ചുകൾ ഈടാക്കുന്ന ചാർജാണ്. ഇത് NSE, BSE, അതുപോലെ MCX, അതായത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് പോലെയുള്ള എക്സ്ചേഞ്ചുകൾ ഈടാക്കുന്ന ട്രാൻസാക്ഷൻ ചാർജാണ്. ഈ ചാർജുകൾ ഏത് തരത്തിലുള്ള സ്റ്റോക്കാണോ, അതെല്ലാം മ്യൂച്വൽ ഫണ്ടാണോ, അതല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ ഡെറിവേറ്റീവുകളാണോ, ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇതിൻ്റെ ചാർജസ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ചാർജസിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ അത് NSEയിൽ 0.00322% ആണ്. BSEയിൽ
അത് സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പ് അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് മാറാറുണ്ട്. അതുപോലെ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ NSEയിൽ 0.00322% തന്നെയാണ്. BSEയിൽ അത് സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പ് അനുസരിച്ച് മാറും. ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ അത് 0.00188 ആണ്. BSEയിൽ ഇതിന് ഫ്യൂച്ചേഴ്സിൽ ചാർജ് ഈടാക്കുന്നില്ല. അതുപോലെ ഓപ്ഷൻസിലാണെങ്കിൽ NSEയിൽ അത് 0.0495% ആണ്. BSEയിൽ 0.495% തന്നെയാണ്. അപ്പോൾ ഈ ചാർജസ് എല്ലാം ബൈ സൈഡിലും സെൽ സൈഡിലും ഈടാക്കാറുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ചാർജസ് ആണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചാർജ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചാർജസ് എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷൻ ചാർജാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ചാർജ് ബ്രോക്കേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെയാണ്. എക്സ്ചേഞ്ചിൽ അടക്കുന്നത് മന്ത്ലി ബേസിസിലാണ്. അപ്പോൾ വോളിയം കൂടുതലാകുമ്പോൾ ഇതിൽ എക്സ്ചേഞ്ചുകൾ ഈ ബ്രോക്കേഴ്സിന് ഇളവ് നൽകാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ചാർജിൻ്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ട്രേഡിംഗ് വോളിയം 3 കോടിയിൽ കൂടുതലും അതുപോലെ 100 കോടിയിലും വരെയാണെങ്കിൽ 49.5 രൂപയാണ് 1 ലക്ഷത്തിന് ഈടാക്കുക. അത് 750 കോടിക്ക് എടുത്തെത്തിക്കഴിഞ്ഞാൽ 47 രൂപയാണ് ഈടാക്കുക. 1500 കോടി കടന്നു കഴിഞ്ഞാൽ 42 രൂപയാണ് ഈടാക്കുക. അതുപോലെ 2000 കോടിയാണ് എത്തിക്കഴിഞ്ഞാൽ അത് 37 രൂപയാണ് ഈടാക്കുക. 2000-ന് മുകളിലാണെങ്കിൽ 29.5 രൂപയാണ് ഈടാക്കുക. ഇത് 1 ലക്ഷത്തിനാണ് 29.5 രൂപ ഈടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ചാർജ് കുറഞ്ഞു വരികയാണ്. പക്ഷേ ഈ ബ്രോക്കർ നമ്മുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിച്ചത് 49.5 രൂപ എന്ന ഒരു റേറ്റിലാണ് നമ്മുടെ അടുത്ത് വാങ്ങിച്ചത്. പക്ഷേ അവർ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ 2000 കോടിയുടെ വോളിയം അവർ ഒരു മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്താൽ അവർ എക്സ്ചേഞ്ചിൽ 29.5 അടക്കേണ്ടതുള്ളൂ. ഇവിടെയാണ് സെബി മുറുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അമിതമായി ലഭിക്കുന്ന ഈ പണമാണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പൊതുവെ റിബേറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന സെബിയുടെ പുതിയ സർക്കുലർ പ്രകാരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ക്ലിയറിംഗ് കോർപ്പറേഷനുകൾ, അതുപോലെ ഡെപ്പോസിറ്ററീസ് ഇവരൊക്കെ ഉൾപ്പെടുന്ന ഈ മാർക്കറ്റിലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനങ്ങൾ അവർ ചുമത്തുന്ന ചാർജുകൾ സ്റ്റാൻഡേർഡ് ആയിരിക്കണമെന്നും ട്രേഡിംഗ് വോളിയവുമായിട്ട് ബന്ധപ്പെടുത്തരുതെന്നുമാണ് സെബി നൽകിയിട്ടുള്ള നിർദ്ദേശം. അതായത് ഇനി ട്രേഡിംഗ് നടക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് 49.5 പ്രകാരം കളക്ട് ചെയ്ത ട്രാൻസാക്ഷൻ ചാർജ് അതേപോലെ തന്നെ അവർ എക്സ്ചേഞ്ചിൽ കൊടുക്കണം. അല്ലാതെ 2000 കോടിക്ക് മുകളിൽ ട്രേഡ് നടന്നു എന്ന കാരണത്താൽ ബ്രോക്കേഴ്സിന് ഡിസ്കൗണ്ട് ചെയ്തിട്ട് 29.5 എന്ന രീതിയിൽ കളക്ട് ചെയ്യരുതെന്നാണ് ഇവിടെ സെബി ഈ എക്സ്ചേഞ്ചുകൾക്ക് കൊടുത്തുള്ള നിർദ്ദേശം. അപ്പോൾ എക്സ്ചേഞ്ചുകൾ സംബന്ധിച്ച് അവർ വോളിയം കൂടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടെയാണ് സെബി നിയന്ത്രിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ ഹൈ ടേൺ ഓവറുള്ള വലിയ ബ്രോക്കറായാലും ലോ ടേൺ ഓവറുള്ള ചെറിയ ബ്രോക്കറായാലും ടേൺ ഓവർ വോളിയം കൂടിയതുകൊണ്ട് പ്രത്യേക പരിഗണന നൽകി അവർക്ക് ഇളവ് നൽകേണ്ടതില്ലെന്ന് സെബി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയ സർക്കുലർ 2024 ഒക്ടോബർ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിബേറ്റ്സ് ബ്രോക്കേഴ്സിന് നൽകുന്നത് ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലും സ്വാഭാവികമായി നടക്കുന്ന ഒരു നാട്ടു നടപ്പാണെന്നാണ് സെറോദയുടെ ഫൗണ്ടറും സിഇഒയുമായ നിതിൻ കാമത്ത് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു റവന്യൂ, അതായത് സെറോദയുടെ റവന്യൂവിൻ്റെ 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു റിബേറ്റ് ആണെന്നാണ് നിതിൻ കാമത്ത് സമ്മതിക്കുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, മറ്റ് ചില ബ്രോക്കേഴ്സ് അവരുടെ വരുമാനത്തിൻ്റെ 10 മാത്രമല്ല 50% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു റിബേറ്റ് ആണെന്നാണ് നിതിൻ കാമത്ത് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു നിയന്ത്രണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിബേറ്റ് ഇല്ലാതാവുകയും അത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് നൽകുന്ന ഈ പല ഓഫറുകളും, ഇപ്പോൾ 0 ബ്രോക്കറേജ് സർവീസ്, 0 ആനുവൽ മെയിൻ്റനൻസ്, അതുപോലെ 0 അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് തുടങ്ങിയ വമ്പൻ ഓഫറുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഓഫറുകളൊക്കെ ഇവർക്ക് നൽകാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണം ഈ റിബേറ്റ് ലഭിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ പല ബ്രോക്കേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും പല വിധത്തിലുള്ള ഓഫറും. നമ്മളിപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കറേജ് ഹൗസുകളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം വ്യക്തമാവും. നമുക്കിവിടെ കാണാൻ കഴിയും, ആദ്യം കാണുന്ന ഗ്രോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ആണ്. ഇവരുടെ ക്ലയൻറ്റ് ബേസ് എന്ന് പറയുന്നത് 1 കോടിക്ക് മുകളിൽ കടന്നിരിക്കുകയാണ്. ഈ കമ്പനി AMC ചാർജ് ഈടാക്കുന്നില്ല. AMC അതായത് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണ്. ഇവരുടെ ഡെലിവറി
ചാർജ് 0.05% ഉണ്ട്. അപ്പം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഫ്രീ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രത്യേകത. ഇനി സെറോദ നോക്കുകയാണെങ്കിൽ 75 ലക്ഷത്തിൽ പരം ക്ലയൻറ്റ് ബേസുള്ള കമ്പനിയാണ് സെറോദ. അവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് 300 രൂപ ഉണ്ടെങ്കിലും അവരുടെ ഡെലിവറി സ്റ്റോക്കുകൾ നമ്മൾ ഡെലിവറി ആയിട്ട് എടുക്കുമ്പോൾ 0 ചാർജാണ്. അവിടെ ബ്രോക്കറേജ് അവർ ഈടാക്കുന്നില്ല, അത് അബ്സല്യൂട്ട്ലി 0 ആണ്. ഇനി ഏഞ്ചൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം 64 ലക്ഷത്തിൽ പരം ക്ലയൻറ്റ് ബേസ് ഉണ്ട്. അവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് 240 രൂപയും ഇതുപോലെ ഡെലിവറി പെർസെൻറ്റേജ് 0 ആണ്. അവരും ഡെലിവറിക്ക് ചാർജ് ഈടാക്കുന്നില്ല. ഇനി അപ്സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ 25 ലക്ഷത്തിന് പരം ക്ലയൻറ്റ് ബേസുള്ള അപ്സ്റ്റോക്സിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇപ്പോൾ ഫ്രീ ആണ്. അവർ ഡെലിവറി ട്രേഡിൻ്റെ ചാർജ് 2.5% ഈടാക്കുന്നുണ്ട്. ഇനി HDFC സെക്യൂരിറ്റീസ് നോക്കുകയാണെങ്കിൽ 11 ലക്ഷം ക്ലയൻറ്റ് ബേസുള്ള കമ്പനിയാണ്. ഇവർ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണ്, പക്ഷേ ഡെലിവറി 0.5% ചാർജ് ഇവർ ഈടാക്കുന്നുണ്ട്. ഇനി കൊഡാക് സെക്യൂരിറ്റീസ് നോക്കുകയാണെങ്കിൽ വമ്പിച്ച ഓഫറാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവരുടെ ക്ലയൻറ്റ് ബേസ് എന്ന് പറയുന്നത് 12 ലക്ഷത്തിൽ പരം ആയിട്ടുണ്ട്. അവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് 600 രൂപയുണ്ട്, പക്ഷേ അവരുടെ ബ്രോക്കറേജസ് ആബ്സല്യൂട്ട്ലി 0 ആണ്. അതായത് നിങ്ങൾ ഡെലിവറി ട്രേഡ് എടുക്കുമ്പോൾ അത് 0 ആണ്, ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ 0 ആണ്, അതേപോലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും അത് 0 ആണ്. അപ്പോൾ 4 ട്രേഡിംഗ് രീതികളിലും ഇത് ഫ്രീ ആയിട്ടാണ് അവർ നൽകുന്ന സർവീസ്. അവർ ബ്രോക്കറേജ് അബ്സല്യൂട്ട്ലി 0 ആണ്, മാൻഡേറ്ററി ചാർജ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. ഇനി Paytm മണി നോക്കുകയാണെങ്കിൽ 7 ലക്ഷത്തിൽ പരം ക്ലയൻറ്റ് ബേസുള്ള കമ്പനിയാണ്. അവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണ്, എന്നാൽ ഡെലിവറി ട്രേഡിന് അവർ 20 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. ഇനി IIFL നോക്കുകയാണെങ്കിൽ 4 ലക്ഷത്തിൽ പരം ക്ലയൻറ്റ് ബേസുള്ള കമ്പനിയാണ്. അവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണ്, എന്നാൽ ഡെലിവറി ട്രേഡിന് 20 രൂപയുടെ ചാർജസ് അവർ ഈടാക്കുന്നുണ്ട്. ഇനി ധൻ എന്ന് പറയുന്ന ബ്രോക്കറേജ് നോക്കുകയാണെങ്കിൽ അവരും വമ്പിച്ച ഓഫറാണ് നൽകുന്നത്. 5,62,000 പരം ക്ലയൻറ്റ് ബേസുള്ള ഈ കമ്പനി ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണെന്ന് മാത്രമല്ല ഡെലിവറി ട്രേഡും അവർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് 0 ബ്രോക്കറേജ് ആണ് ഡെലിവറി ട്രേഡിൽ അവർ ഈടാക്കുന്നത്. ഇനി ഫയേഴ്സ് നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിൽ പരം കസ്റ്റമർ ബേസുള്ള കമ്പനിയാണ്. അവരും ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണ്, അതേപോലെ തന്നെ ഡെലിവറി ട്രേഡും 0 ബ്രോക്കറേജ് ആണ് അവരും ഈടാക്കുന്നത്. ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ എം സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ മിറായ അസറ്റിൻ്റെ ആ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ നോക്കുകയാണെങ്കിൽ 4 ലക്ഷത്തിൽ പരം ക്ലയൻറ്റ് ബേസ് അവർ ഓൾറെഡി നേടിയിരിക്കുകയാണ്. ഇവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണ്, കൂടാതെ അവർ 4 ട്രേഡും ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ ഇൻട്രാഡേ ആയിക്കോട്ടെ, ഡെലിവറി ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം അവർ ഫ്രീ ചാർജ്. പക്ഷേ ആ പ്ലാനിന് അവർ 999 രൂപ എന്നുള്ള ഒരു വൺ ടൈം ഫീസ് ഈടാക്കുന്നുണ്ട്. അതുമാത്രമാണ് അതിൽ ചാർജ് ആയിട്ട് വരുന്നത്. ഇനി മറ്റൊന്ന് ആലീസ് ബ്ലൂ ആണ്. ഇത് 1,66,000 ക്ലയൻറ്റ് ബേസുള്ള കമ്പനിയാണ്. ഇവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണ്. അതുപോലെ ഇവരുടെ ഡെലിവറി ട്രേഡിന് 0 ബ്രോക്കറേജ് ആണ് ഈടാക്കുന്നത്. അപ്പോൾ ആലീസിൻ്റെയും നല്ല ഓഫറാണ് നമുക്ക് കാണാമെങ്കിൽ. അതുപോലെ ഷെയർഖാൻ എന്ന് പറയുന്ന ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെ ഡിസ്കൗണ്ട് ബ്രോക്കർ സബ്സിഡിയറിയാണ് എക്സ്പ്രസോ ഷെയർഖാൻ. 13,000 മേലെ മാത്രം ക്ലയൻറ്റ് ബേസുള്ള ചെറിയൊരു ബ്രോക്കറേജ് ആണ്. 400 ആണ് ഇവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എങ്കിലും ഡെലിവറി ട്രേഡുകൾക്ക് അത് 0 ബ്രോക്കറേജ് ആണ്. ഇനി മറ്റൊരു വമ്പിച്ച ഓഫർ നൽകുന്നത് ശൂന്യ എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജ് ആണ്. ഇവർ 1,30,30,000 മേൽ ക്ലയൻറ്റ് ബേസ് ഓൾറെഡി നേടിയിരിക്കുകയാണ്. AMC ചാർജസ് ഇവരുടെ ഫ്രീ ആണ്. അതുപോലെ ഡെലിവറി ട്രേഡിൽ ഇവർ 0 മാത്രമല്ല 4 ടൈപ്പിലുള്ള, അതായത് ഇൻട്രാഡേ ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഇവരുടെ ബ്രോക്കറേജ് 0 ആണ്. അതുപോലെ ബജാജ് ഫിൻസർവ് നോക്കുകയാണെങ്കിൽ 33,000 ക്ലയൻറ്റ് ബേസ് ഉണ്ട്. ഇവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫ്രീ ആണ്, പക്ഷേ ഡെലിവറി ട്രേഡിന് ഇവർ 0.10% ചാർജ് ഈടാക്കുന്നുണ്ട്. അതുപോലെ സ്റ്റോക്ക് കാർട്ട് എന്ന് പറയുന്ന ബ്രോക്കറേജ് 16,200 മാത്രം ക്ലയൻറ്റ് ബേസുള്ള ചെറിയ ബ്രോക്കറേജ് ആണ്. അവർ 300 രൂപ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിലും ഡെലിവറി ട്രേഡ് 0 ആണ്. അപ്പോൾ ഒരു ഫ്രീ സർവീസ് ഈ ബ്രോക്കേഴ്സ് എല്ലാം നൽകുന്നുണ്ട്. ഇതിൽ പലതും ഫുൾ സർവീസ് ബ്രോക്കേഴ്സും ഉണ്ട്. അവർ ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനോട് മത്സരിക്കാൻ വേണ്ടി അവർ ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് പ്ലാനുകൾ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നമുക്ക് ആണ് ഈ കൊഡാക് സെക്യൂരിറ്റീസ് ആയാലും HDFC സെക്യൂരിറ്റീസ് ആയാലും നമുക്കത് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ കഴിയുന്നത്. ബജാജ് ഫിൻസർവ് ആയാലും ഒക്കെ അങ്ങനെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സെബിയുടെ ഈ ഒരു പുതിയ സർക്കുലർ നടപ്പിലാക്കുന്നതോടെ ഈ റിബേറ്റ് എന്നുള്ള ഈ ഒരു സംവിധാനം പൂർണ്ണമായി ഇല്ലാതാവുകയും
ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന് വരുമാനത്തിന് അവർക്ക് വേറെ വഴിയില്ലാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇത്തരം ഓഫറുകൾ അവർക്ക് സ്വാഭാവികമായിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നൽകാൻ കഴിയാത്തൊരു സ്ഥിതി വരും. അങ്ങനെയാകുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാതെ വരും. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും. കാരണം അവിടെ ബ്രോക്കറേജ് ചാർജസ് കൂടാനുള്ള സാധ്യതയാണ്. ഏതായാലും ഒക്ടോബർ 1 വരെയാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സെബി അനുവദിച്ചിട്ടുള്ള സമയം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള നെഗോഷിയേഷൻസ് നടക്കുമോ, അല്ലെങ്കിൽ ഈ റെഗുലേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടി സെബി തയ്യാറാകുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.